അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ തകരും. അവിടെയാണ് ഇന്ത്യ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് തരാൻ തയ്യാറായതുകൊണ്ടാണ്. നമ്മളിത് പിന്നീട് പ്യൂരിഫൈ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ മറിച്ച് വിൽക്കുന്നു. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെതിരായിട്ട് ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നു. റഷ്യയ്ക്ക് ആയുധം വാങ്ങാനായിട്ട് ഉക്രൈനെ അടിക്കാനാണ്. ആ പണം കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന്. എങ്ങനെയാണ് ഇന്ത്യ പണം കൊടുത്തു എന്ന് പറയാൻ പറ്റുക? അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്നത് ആരാണ്? അത് ചൈനയല്ലേ? ചൈനയ്ക്ക് നേരെ എന്തുകൊണ്ടാ അവരത് പറയാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ സിനിജി? അത് എനിക്ക് തോന്നുന്ന ചൈനയ്ക്കെതിരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും നിന്നു പോകും എന്നാ തോന്നുന്നത്. ആദ്യത്തെ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇനി അസംസ്കൃതം, അതായത് മറ്റേ ധാതുക്കള്, റയർ അപൂർവ എർത്ത്. റെയർ എർത്ത് തരുന്നില്ല എന്ന് പറഞ്ഞു. അത് നല്ലൊരു ഒന്നാന്തര അടിയായിരുന്നു അമേരിക്കയ്ക്കുള്ളത്. ഇപ്പൊ ഇതിങ്ങനെ ചൊറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ. ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായിട്ടുള്ള പീറ്റർ നവാരോ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അങ്ങേര് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ക്രെംലിന്റെ ലോണ്ട്രോമാറ്റ് ആണ്, അത് അലക്കുശാലയാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നതിനൊരു മിതത്വം, ഒരു ആലോചിച്ച് വീണ്ടും വിചാരത്തോടെയൊക്കെ പറയണം എന്നുള്ളത് ഈ അമേരിക്കക്കാരെ, ഈ സായിപ്പന്മാർക്ക് അതിനൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത രീതിയിലാണ്. അതായത് അവരുടെ മൊത്തത്തിലുള്ള ബിസിനസ്സും തകർന്ന് അമേരിക്ക ഒരു തകർച്ചയുടെ വക്കിലേക്ക് പോകുമ്പോൾ ഉയർന്നു വരുന്ന ഇന്ത്യയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചൊരുക്കായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം നടത്തുന്നതിന് പിന്നിൽ. അതല്ലാതെ മൂപ്പര് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റഷ്യൻ ക്രൂഡ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു, എന്നിട്ട് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് വിൽക്കുകയാണ്. ഇതേ പ്രവൃത്തിയാണ് ചൈനയും ചെയ്യുന്നത്. ചൈന ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈന റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം, അതായത് 47% റഷ്യൻ എണ്ണ വരുത്തുന്നത് ചൈനയാണ്. നമ്മൾ 38% വാങ്ങുന്നുള്ളൂ. ഏതാണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, എങ്കിലും അത്രയേ വാങ്ങുന്നുള്ളൂ എന്നുള്ളത്. മാത്രമല്ല, ഇവർ പറയുന്നത് ഇങ്ങനെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് ചതിയാണ്, വ്യാപാരത്തിലെ ചതിയാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഇക്കണ്ട നാളുകളിലെ മുഴുവൻ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചതിയുടെ കഥയല്ലാതെ അമേരിക്കയ്ക്ക് പറയാനുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന പീറ്റർ നവാരോ പറഞ്ഞ ഒരു കാര്യം, റഷ്യ ചൈന പക്ഷത്തേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളത്. റഷ്യൻ പക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ശരിവയ്ക്കാം. കാരണം ആയ കാലം മുതൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. അത് ഏതൊരു ശക്തി വന്നാലും അത് ബ്രേക്ക് ആവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ഇരു രാജ്യങ്ങളും ഇതുവരെയും, ഈ കാലഘട്ടം വരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചൈനയെ അങ്ങനെയല്ല. ചൈനയെ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് നിർത്തുന്നത്. കാരണം ചൈനയെ ചതിയൻ ചന്തു എന്ന് പറയുന്നത്, ചതിയൻ ചൈന എന്നുള്ള ഒരു വിളിപ്പേര് പോലും ചൈനയ്ക്കുണ്ട്. അപ്പൊ ചൈനയുമായിട്ട് ഇത് പറയുമ്പോൾ ചൈനയാണ് ഈ പറയുന്ന റഷ്യക്ക് പല കാര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഓഗസ്റ്റ് 27 വരാം നമുക്ക്. ഈ വരുന്ന ഓഗസ്റ്റ് 27 മുതൽ ഇവർ അടിച്ചു തന്നിട്ടുള്ള ഒരു താരിഫ് എന്ന് പറയുന്ന 50%. 50% താരിഫിൽ നമ്മുടെ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അടിച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ അവരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ഇവർ തയ്യാറല്ല. അതായത് US ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചർച്ചയിൽ നിന്ന് US വക്താക്കൾ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. അതായത് തീർത്തും ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക, സമ്മർദ്ദത്തിലാക്കുക, അവരുടെ വരുതിക്ക് വരിക എന്നുള്ളത്. പക്ഷെ ട്രംപിന് നമ്മുടെ കാരണവരെ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം നമ്മൾ ഇതിനകം തന്നെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഇന്ത്യ പോയി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ പീറ്റർ നവാരോയ്ക്കാണ് ജയശങ്കർ ഇന്നലെ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ വാങ്ങും, ഞങ്ങൾ വിൽക്കും, അത് ഞങ്ങൾ സ്മാർട്ട് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി, ഞങ്ങൾ ആരെയും വന്നിട്ട് വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇന്ന് വാങ്ങൂ എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ജയശങ്കർ ഇന്നലെ കൊടുത്തിട്ടുള്ള മറുപടി. പക്ഷേ ഈ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണ് എന്നുള്ളത്, അതായത് അമേരിക്ക പറയുന്നത് പോലെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതല്ലാതെ, മറിച്ച് ചൈന വാങ്ങുന്നത് പോലെ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. എന്നാൽ ഈ കണക്കുകൾ തെറ്റാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, 16 ബില്യന്റെ കൽക്കരിയാണ് യൂറോപ്യൻ യൂണിയൻ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. അതായത് 36 ബില്യൺ മൂല്യമാണ് റഷ്യയുടെ കൽക്കരിയുടെ ഒരു വിപണി എന്ന് പറയുന്നത്. അതിൽ 16 ബില്യണും വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. അതിൽ ഒന്നും പറയാനായിട്ട് അമേരിക്കയ്ക്ക് പറയാനില്ല. മാത്രമല്ല, 105 ബില്യൺ മൂല്യമുള്ള ഗ്യാസ് ഇറക്കുമതിയുണ്ട്. അതിലും
ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ ചൈനയും തുർക്കിയും ഉൾപ്പെടെ 36 ബില്യൺ മൂല്യമുള്ള ഗ്യാസ് ഇറക്കുമതി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെയാണ് യൂറോപ്യൻ യൂണിയൻ കൂടി വരുന്നത്. കൂടാതെ 2022 ഫെബ്രുവരി മുതൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള റഷ്യയുടെ വരുമാനത്തിന്റെ 1/4 വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. ഇവിടെയൊന്നും അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഒരു മറുപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാം. അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് നമ്മളിപ്പോൾ എണ്ണ മേടിക്കുന്നു എന്ന് പറയുന്നത്, ഈ റഷ്യയിൽ നിന്ന് ഉപരോധം യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തുമ്പോൾ തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അവിടുന്ന് എണ്ണ മേടിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കണമെങ്കിൽ എണ്ണ കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഉപരോധം ഏർപ്പെടുത്തിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ വാങ്ങുന്ന എണ്ണ, അപ്പം നമ്മൾ ഈ എണ്ണ വ്യാപാരം നടത്തട്ടെ എന്ന് നേരത്തെ തന്നെ ഈ ജോ ബൈഡൻ നിന്ന കാലത്തെ ചോദിച്ചാണ്. ഇന്ന് ജോ ബൈഡൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അംഗീകാരം നൽകി. അങ്ങനെയാണ് എണ്ണ മേടിച്ചത്. അപ്പോൾ എണ്ണ മേടിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കാൻ കാരണം നമ്മൾ ഈ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ മേടിച്ചിരുന്നു. അപ്പോൾ അതിൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ 17 മുതൽ 20 രാജ്യങ്ങളുമായിട്ട് നമുക്ക് എണ്ണ കച്ചവടം ഉണ്ടായിരുന്നെങ്കിൽ മോദി സർക്കാർ വന്നതിന് ശേഷം അത് 40ഓളം രാജ്യങ്ങളുമായിട്ട് വന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധിക്കാനോ തടയാനോ പറ്റിയാൽ നമുക്ക് എണ്ണ വ്യാപാരം നടത്താൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, എസ് ജയശങ്കർ റഷ്യയിലേക്ക് ചെന്ന് അത്തരമൊരു ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ റഷ്യ നമുക്ക് നൽകിയ ഉപദേശം നമ്മുടെ കർഷകരെ, ചെറുകിട സംരംഭകരെയൊക്കെ സംരക്ഷിക്കാൻ നമ്മൾ എടുക്കുന്ന നിലപാടിൻ്റെ കൂടെ ധൈര്യമായിട്ട് പൊയ്ക്കും. അപ്പോൾ 50% താരിഫ് ഉയർത്തിയാലും നമുക്ക് ഈ സാധനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ അമേരിക്ക ഒഴിച്ചിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടോ കച്ചവടം നടത്താം. അപ്പോൾ നമ്മളെ പെട്ടെന്ന് താരിഫ് യുദ്ധത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ചൈനയുമായിട്ട് നമ്മുടെ ബന്ധം നല്ലതല്ലെങ്കിൽ പോലും ഇപ്പോൾ ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കണം. കാരണം ഒരിടത്ത് 145 കോടി ജനങ്ങളുള്ള രാജ്യം, ഒരിടത്ത് 140 കോടി ജനങ്ങളുള്ള രാജ്യം, രണ്ട് വലിയ മാർക്കറ്റുകളാണ്. ഈ മാർക്കറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് നടത്തിയാൽ അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ തുടർച്ചയായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അമേരിക്ക നമ്മളെ കൊണ്ട് കച്ചവടം അങ്ങോട്ട് ചെയ്യിക്കണം എന്നുള്ളൊരു തന്ത്രമാണ്. അതിന് നമ്മൾ വഴങ്ങുന്നില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയും യുദ്ധമൊക്കെ ആയിട്ട് വരുന്നത്. സത്യത്തിൽ അതാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ ദിവസമാണ് ഈ റഷ്യൻ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ പേര് മറന്നുപോയി, അപ്പോൾ റഷ്യയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവിടേക്കും കയറ്റുമതി ചെയ്യൂ എന്നുള്ളതാണ്. നമ്മുടെ പ്രോഡക്ട്സ്, ഇന്ത്യൻ പ്രോഡക്ട്സ് അങ്ങോട്ടേക്കും കയറ്റുമതി ചെയ്യൂ. അപ്പോൾ അവിടെ 14 കോടിയോളമാണ് ജനസംഖ്യ. എന്നിരുന്നാൽ പോലും അവിടെയും നമുക്കൊരു പുതിയ വിപണി ഇത്തരത്തിൽ തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതുപോലെ, സിനുജി പറഞ്ഞതുപോലെ, ഒരു തരത്തിലും ഇന്ത്യയെ മാറ്റി നിർത്താനായിട്ടോ ഇന്ത്യക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിട്ടോ കഴിയുന്നില്ല അമേരിക്കയ്ക്ക് എന്നുള്ള ഒരു വല്ലാത്ത ആശങ്ക അമേരിക്കയ്ക്ക് നിലനിൽക്കുന്നു കൂടിയുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റഷ്യൻ ഓയിൽ വാങ്ങുന്നത് 47% ചൈനയാണല്ലോ. പിന്നീട് നോക്കുമ്പോൾ UAE കൂടി ഇത് വാങ്ങുന്നുണ്ട്. UAE വാങ്ങുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയല്ല. അതിന് പകരം അവർ ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള ബങ്കറിംഗ് തുറമുഖങ്ങളുണ്ട്, അവിടേക്ക് എത്തിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് വിൽക്കുകയാണ്. അവിടെ എത്തിച്ചുകൊണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. മാത്രമല്ല, ഇനി റഷ്യയെ നമ്മൾ സഹായിക്കുന്നു എന്ന് പറയുന്നില്ലേ, അപ്പോൾ നോക്കുമ്പോൾ റഷ്യയെ സഹായിക്കുന്നത് സത്യത്തിൽ നമ്മളല്ല, ചൈനയും ഇറാനും ഉത്തര കൊറിയയും ഒക്കെയാണ് അവരെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ചൈന റഷ്യക്ക് ഡ്രോണും വെടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ള മറ്റ് യന്ത്ര സാമഗ്രികളും ഒക്കെ, അതായത് സൈനിക ആവശ്യത്തിന് വേണ്ടുന്ന എന്ത് നിർമ്മിക്കാനും ഉതകുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും അസംസ്കൃത വസ്തുക്കളും എല്ലാം ചൈന നൽകുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ ഡ്രോണുകൾ നൽകുന്നുണ്ട്. ഉത്തര കൊറിയ ആണെങ്കിൽ 10,000 സൈനികരും കവചിത വാഹനങ്ങളും പീരങ്കികളും മിസൈലുകളും എല്ലാം നൽകുന്നുണ്ട്. മാത്രമല്ല, 2022 യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ഈ വെസ്റ്റേൺ കൺട്രീസ് ബഹിഷ്കരിച്ചതിന് ശേഷം ചൈനയാണ് സത്യത്തിൽ റഷ്യയെ പിടിച്ചു നിർത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇവിടെ എവിടെയാണ് ഇന്ത്യക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായിട്ട് വരാൻ അമേരിക്കയ്ക്ക് ഇത്തരത്തിലൊരു എന്താ പറയുക ഡാറ്റകൾ നൽകുന്നത് എന്ന് മനസ്സിലാവുന്നത്? ഒരുപക്ഷെ ട്രംപിന് ലൈസോൾ കുടിച്ചാൽ കോവിഡ് മാറും എന്നൊക്കെ പറയുന്ന അതൊക്കെ പഠിച്ചിട്ടുള്ള പുസ്തകത്തിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ള ശുദ്ധ തെറ്റായിട്ടുള്ള ഡാറ്റാസ് എല്ലാം കിട്ടുകയും ഇന്ത്യക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇന്ത്യയെ തകർക്കാൻ കഴിയുമെന്ന് കരുതുകയും വേണ്ട. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര സത്യത്തിൽ കൃത്യമായിട്ടും ഒരു വിശ്വാസ്യതയുടെ പാതയിലൂടെ തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം നമ്മളെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു രാജ്യമായിട്ടാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കാണുന്നത്. അതുകൊണ്ട് അമേരിക്ക പോയാലും മറ്റു രാജ്യങ്ങൾ നമുക്കൊപ്പമുണ്ട്. ശത്രു രാജ്യങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്കൊപ്പം നിൽക്കാനായിട്ട് ഇപ്പോൾ പല ശത്രുതകളും മാറ്റി വെച്ചുകൊണ്ടാണ് ചൈന ഇന്ത്യയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ പോലും വരുന്നത്. അതുകൊണ്ട് തകർക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന ലക്ഷണമില്ല.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.